ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്തിക ദത്തെടുത്ത കാര്യം എനിക്ക് അവരോട് പറയേണ്ടി വന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും കാണിച്ചു. അവരുടെ സംശയങ്ങളെല്ലാം അവിടെ തീർന്നു. അതില് ആ വന്ന പെൺകുട്ടി വക്കീല. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയായിട്ടില്ല, പക്ഷെ എന്റെ മോളായിട്ട് തന്നെയാ ഞാൻ ഇവളെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്നിട്ടും ഞാൻ ഇവളെ ചീറ്റ് ചെയ്തു എന്നൊക്കെയാ പലപ്പോഴും ഇവള് പറയുന്നത്. സ്വാമിജി തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോളെ, അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത്. കാരണം മോളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ഞങ്ങൾക്കോ മോളുടെ അമ്മയ്ക്കോ അറിയില്ല. ചിപ്പി മോളോട് ഞാൻ തനിച്ചൊന്ന് സംസാരിക്കട്ടെ? മോളെ, മോൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് സ്വാമിജിക്കറിയില്ല. എങ്കിലും പറയാം, മോള് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്മയെ മോൾക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? എനിക്കാരും ഇല്ലേ? മോളിങ് വാ. ആര് പറഞ്ഞു മോൾക്ക് ആരുമില്ലെന്ന്? ആരുമില്ലാതെ ഈ ഭൂമിയിൽ ആരും തന്നെ ജനിക്കുന്നില്ല. മോൾ എങ്ങനെയാ ഇവിടെ വന്നതെന്ന് സ്വാമിജി പറയട്ടെ. ഒരു ദിവസം രാത്രി, അന്ന് നല്ല മഴയായിരുന്നു. രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് ആരോ ഉപേക്ഷിച്ച നിലയിൽ ഒരു കുഞ്ഞിനെ കണ്ടു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഇവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്നവർ മോളെ ഇവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗതികേട് കൊണ്ടല്ലാതെ ഒരു അച്ഛനും അമ്മയും കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. ഈ ഓർഫനേജിൽ അങ്ങനെ കിട്ടുന്ന ആദ്യത്തെ കുഞ്ഞാണ് മോള്. അങ്ങനെ മോള് ദൈവത്തിന്റെ കുഞ്ഞായി ഇവിടെ വളർന്നു. ഒരു ദിവസം ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മ ഇവിടെ വന്നു. പെട്ടെന്ന് മോളും ആ അമ്മയും തമ്മിൽ കൂട്ടായി. തിരിച്ചു പോകുമ്പോ ആ അമ്മ എന്നോട് ചോദിച്ചു, ഈ മോളെ എനിക്ക് തരുവോ, ഞാൻ വളർത്തിക്കോട്ടെ എന്ന്. അങ്ങനെ ആ അമ്മ മോളെ ദത്തെടുത്തു. മോളുടെ പേരിൽ ഒരു വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്തു. മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കളും എഴുതി വെച്ചു. ഒടുവിൽ മോളെയും കൊണ്ട് പോകുമ്പോ ആ അമ്മ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഞാനാണെന്ന്. അവളെ പൊന്നുപോലെ നോക്കുമെന്ന്. ഒരു അമ്മയുടെ സ്നേഹം മാത്രമല്ല, ഒരച്ഛന്റെ വാത്സല്യം കൂടി ആ അമ്മ മോൾക്ക് നൽകിയിട്ടുണ്ട്. ഈ അനാഥാലയത്തിൽ വളരേണ്ട മോൾക്ക് ഇന്ന് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട്. അതെല്ലാം ആ അമ്മ തന്നതാണ്. ആ അമ്മയ്ക്ക് മോള് മാത്രമല്ലേ ഉള്ളൂ. വരൂ. ഇനി അമ്മയെ മോള് വിഷമിപ്പിക്കരുത്. അത്രയേറെ അമ്മ മോളെ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ, അമ്മയുടെ പൊന്നു മോളാ നീ. സോറി അമ്മേ. സാരമില്ല, അമ്മയുടെ മോളല്ലേ. ഇപ്പം മോള് അനാഥയല്ല. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇനി ഇതുപോലെ ഓരോന്ന് ചോദിച്ച് അമ്മയെ സങ്കടപ്പെടുത്തരുത്. സ്വാമിജി, മോളെ കൊണ്ടുപോയി ആശ്രമമൊക്കെ ഒന്ന് കാണിക്കും. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. മോൾക്ക് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ?
ചെല്ല്. വാ ചെല്ലു. പോവാ. ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ ഒരു വഴിയും കണ്ടില്ല. അതാ. സാരമില്ല. കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് അവളുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇതോടെ മാഞ്ഞു പോകും. അന്വേഷണങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും. അവസാനിക്കണം. ഇനി ഒരു ചോദ്യം പോലും അവളുടെ മനസ്സിലുണ്ടാവരുത്. സ്വാമിജി എനിക്ക് വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. അതിനുവേണ്ടി പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇത്രയും തുക ഞാനും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും തരേണ്ടതെന്റെ കടമയല്ലേ സ്വാമിജി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മോളെ അന്വേഷിച്ച് രണ്ടുപേരോട് വന്നിരുന്നു. സത്യത്തിൽ ആരാണ് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത്? കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ്? ഞങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് സ്വാമിജിക്കോ ആ കുട്ടിക്കോ അതിനെ ഇപ്പൊ ദത്തെടുത്ത സ്ത്രീക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവന്തിക ദത്തെടുത്ത കാര്യം എനിക്ക് അവരോട് പറയേണ്ടി വന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും കാണിച്ചു. അവരുടെ സംശയങ്ങളെല്ലാം അവിടെ തീർന്നു. അതില് ആ വന്ന പെൺകുട്ടി വക്കീല. എനിക്ക് മനസ്സിലായി സ്വാമിജി അതാരാണെന്ന്. ആരൊക്കെ എന്തൊക്കെ അന്വേഷിച്ചാലും ഇനി ചിപ്പിമോളുടെ അവകാശം പറഞ്ഞ ആരും വരില്ല. എന്റെ മോള് എന്റേത് മാത്ര. മറ്റാർക്കും അവളുടെ മേൽ ഒരു അവകാശവും ഇല്ല. അവളുടെ രഹസ്യം അന്വേഷിച്ച് പിന്നാലെ വരുന്നവരാരായാലും അവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പേടിക്കണ്ട. കുറച്ചു കഴിയുമ്പോ കുഞ്ഞുമോളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങും. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും അമ്മയാകാൻ പറ്റുമെന്ന് ഇക്കാര്യത്തിൽ അവന്തിക തെളിയിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സ്വാമിജി. നല്ലത് വരും. അവര് സ്റ്റേഷനിൽ നിന്ന് ഉടനെ പോരുന്നല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്തായിന്ന് ആർക്കറിയാം. എന്തായാലും വക്കീല് കൂടെ ഉണ്ടല്ലോ, പിന്നെ പേടിക്കണ്ട. മനസ്സച്ചി, അമ്മേ